പാലക്കാട് കഞ്ചിക്കോട്ടെ കാഴ്ചാ പരിമിതിയുള്ള PT-5 കാട്ടാനയെ മറ്റൊരു കാട്ടാന ആക്രമിച്ചുവെന്ന വാർത്ത വരുന്നു. മുമ്പ് മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ PT-14 എന്ന കാട്ടാനയാണ് PT-5നെ ആക്രമിച്ചിരിക്കുന്നത്. PT-5ന്റെ കാലിനും പുറത്തും പരിക്കേറ്റുവെന്നും വിവരമുണ്ട്. ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24 കിട്ടി. അത് പ്രേക്ഷകരൊന്ന് കണ്ടില്ലേ? ഈ മറ്റൊരു കാട്ടാനഗർ ഈ കാട്ടാനെ ആക്രമിച്ചു. PT-14 PT-5 ആക്രമിച്ചു എന്നാണ് വിവരം. കുഴപ്പമൊന്നുമില്ല. ആന ഇതൊക്കെ എത്ര കണ്ടതാ എന്നുള്ള ലൈനിലാണ് ആനയുടെ നിപ്പ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളും അയച്ചിരുന്നു പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഈ നമ്മുടെ PT-5ന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ? SKN ചെറിയ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് ഇന്നലെ കൊട്ടാമുട്ടിയിൽ വെച്ചാണ്, കഴിഞ്ഞ ദിവസം കൊട്ടാമുട്ടി എന്ന കഞ്ചിക്കോട്ടെ പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. PT-14 നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാൻ മുകേഷിന്റെ ജീവനെടുത്ത കാട്ടാനയാണ് PT-14. അതിപ്പോഴും ആ മേഖലയിൽ, ജനവാസ മേഖലയോട് ചേർന്ന വനമേഖലയിലൊക്കെ തുടരുന്നുണ്ട്. ഈ PT-5ന് കണ്ണിന് കാഴ്ചാ പരിമിതിയുണ്ട്. വനപാലകർ നേരിട്ട് കണ്ടതാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. അതിനുശേഷം വനപാലകർ തന്നെ ഇടപെട്ടാണ് പെട്ടെന്ന് തന്നെ ഈ രണ്ട് ആനകളെയും രണ്ട് ദിശയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ PT-5ന് കാഴ്ചാ പരിമിതി ഉണ്ട് എന്ന റിപ്പോർട്ട് ഇതിനകം തന്നെ CCFന് വനപാലകരും വെറ്റിനറി ഡോക്ടർമാരും നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അരുൺ സക്കറിയെ വെയിറ്റ് ചെയ്യുകയാണ്. ആ കുറ്റ്യാടിയിലെ ദൗത്യം കഴിഞ്ഞാൽ ഉടൻ, കുട്ടിയാനയുടെ ദൗത്യം കഴിഞ്ഞാൽ ഉടൻ ഡോക്ടർ അരുൺ സക്കറിയ പാലക്കാടും മലമ്പുഴയിലേക്കും കഞ്ചിക്കോട്ടേക്കും എത്തും. PT-5നെ മയക്കുവെടി വെച്ച് ഇതിൻ്റെ കണ്ണിന് എത്രത്തോളം പ്രശ്നമുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം ചികിത്സിക്കാനാണ് തീരുമാനം. കാട്ടാനയുടെ കാലിനും അതുപോലെ തന്നെ പുറത്തുമാണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. നമ്മുടെ ആ ദൃശ്യങ്ങൾ ക്യാമറമാൻ രാജീവ് സുദേവ് കഴിഞ്ഞ ദിവസം ശ്രമകരമായാണ് പകർത്തിയത്. വനപാലക സംഘവും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ആനയെ ഇപ്പോൾ വല്ലടി മേഖലയിലേക്കോ മറ്റോ ആനയെ തുരത്തി ഒരു മേഖലയിൽ സേഫായി നിർത്തിയിരിക്കുകയാണ് എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. അതായത് കൃത്യമായ നിരീക്ഷണം വനംവകുപ്പിൻ്റെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആനയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റാനായി. ആന ഇന്നലെ ഈ ശരീരത്തിൽ ആകമാനം ഈ വേദനയോടുകൂടിയാണ് ഏതാണ്ട് 2 കിലോമീറ്റർ, നമ്മൾ ആ ദൃശ്യങ്ങൾ സഹിതം ഇന്നലെ വാർത്ത നൽകിയിരുന്നു. 2 കിലോമീറ്ററാണ് ആന നടന്നത്. ദേശീയപാതയുടെ തൊട്ടരികിൽ വരെ PT-5 എന്ന കാട്ടാന എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാധാരണ ഈ കാട്ടാന ഏതെങ്കിലും തെങ്ങ് കുത്തിമറിച്ചിടുകയോ അല്ലെങ്കിൽ വാഴ പിഴുകയോ ഒക്കെ ചെയ്ത് അവിടെ നിന്ന് മാറുകയാണ് പതിവ്. പക്ഷേ ഈ കാട്ടാനയ്ക്ക് 2 കണ്ണിനും കാഴ്ചാ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മതിലടക്കം തകർത്താണ് കാട്ടാന കഴിഞ്ഞ ദിവസം പോയിരിക്കുന്നത്. എന്തായാലും PT-5നെ നിരീക്ഷിച്ചു വരികയാണ്. ഡോക്ടർ അരുൺ സക്കറിയെ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ദൗത്യം ആരംഭിക്കുമെന്നാണ് ഇതിനകം തന്നെ വനംവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങളില്ലെങ്കിലും ആനയ്ക്ക് നടക്കുന്നതിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. അത് ആ ചെളി വാരി എറിയുന്നത് ആ മുറിവിലേക്കാണ്, ആ വേദനയിലേക്കാണ്. ആനയെ ഉടനടി ചികിത്സിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. SKN. ഓക്കെ ശ്രീജിത്ത്, എന്നാലും PT-5ന് കണ്ണ് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ആനയ്ക്ക് ആകെ പ്രശ്നം. അതിനിടയിലാണല്ലേ ഓണത്തിനിടെ പുട്ടുവെച്ചോടൊന്നുമില്ല ഈ 14 ആന ഇടിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.